എടാ നിനക്ക് എന്താ പറ്റിയേ? നീ വന്നേ. കുറച്ചു ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ പറ്റിയേ? എന്ത് പറയാനാ, എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നില്ലേ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ നിൽപ്പാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നേഴ്സിങ്ങിനോടാണ് താല്പര്യം, പക്ഷേ നാട്ടിലെ നേഴ്സിംഗ് ഒക്കെ അറിയാലോ, നല്ല എമൗണ്ടാണ് പറയുന്നത്. ഇതായിരുന്നോ നിന്റെ പ്രശ്നം? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു നഴ്സിംഗ് പഠിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. അത് എനിക്കറിയാം. അത് നീ ഓർത്ത് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് പേര് ജർമ്മനിക്ക് പോയിട്ടുണ്ട്. അവരെടുത്തേക്കുന്ന കോഴ്സ് എന്ന് പറയുമ്പോൾ ഹൗസ് ബിൽഡിംഗ് കോഴ്സാണ്. അതിൽ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെനിക്ക് ഒന്ന് 3 വർഷത്തെ കോഴ്സാണ്. അതിൽ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അതായത് 1,50,000 രൂപയോളം നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റും. അപ്പൊ ഇതിന് വേണ്ട ഒരു റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ആകെ +2 60% മുകളിൽ മാർക്ക് വേണം. അത് നിനക്ക് എന്തായാലും ഉണ്ടല്ലോ. പിന്നെ നമുക്ക് B2 ലെവൽ ലാംഗ്വേജ് ആണ് വേണ്ടത്. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിന്റെ കരിയർ നിനക്ക് ബിൽഡ് ചെയ്യുകയും ചെയ്യും, അതുപോലെ നിന്റെ ലൈഫ് സെറ്റ് ആവുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ട് നീ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, B2 ലെവൽ ലാംഗ്വേജ് പ്രൊഫഷൻസി മതിയാവും അല്ലേ? പക്ഷേ ഈ ജർമ്മൻ ലാംഗ്വേജ് നല്ല ടഫല്ലേ പഠിക്കാനായിട്ട്? ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യം ടഫാണ്. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർ ഡോക്ടർ ജർമ്മനിലാണ് പഠിച്ചത്. അവിടെ ഒരു 7 to 8 months കോച്ചിങ് ആണ് വരുന്നത്. നീ ഒന്ന് ഡോക്ടർ ജർമ്മനിൽ എൻക്വയറി ചെയ്ത് നോക്ക്. അവിടെ തന്നെ അവർ പ്രോസസ്സിംഗ് ചെയ്യും. ഓക്കെ. ഓക്കെ, അപ്പൊ സെറ്റ്.